ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എളുപ്പം ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്ക് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്നാക്കിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഫില്ലിംഗ് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് നമ്മൾ 2 മീഡിയം സൈസ് ആയിട്ടുള്ള സവാള നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞെടുത്തത്, അതായത് പൊടിയായിട്ട് അരിഞ്ഞെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഈ ഒരു സവാള കൂടെ ചേർത്തിട്ട് ഓയിൽ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഞാൻ വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സവാളൊക്കെ അത്യാവശ്യം വഴഞ്ഞ് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ അടുത്ത് ഇഞ്ചി വളരെ ഫൈനായിട്ട് അരിഞ്ഞും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ തന്നെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി നമ്മൾ ചതച്ചെടുത്താലും കുഴപ്പമില്ല, അതല്ല നമ്മൾ ഇഞ്ചി ഇങ്ങനെ ഡയറക്റ്റ് ചേർക്കുന്നതിന് പകരം നമ്മുടെ ജിഞ്ചർ പൗഡർ ചേർത്തിയാലും കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. എരിവൊക്കെ അത്യാവശ്യം വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ തന്നെ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത്തിരി മസാലപ്പൊടികൾ ചേർത്തിട്ട് ഞാൻ നല്ലപോലെ വീണ്ടും വഴറ്റിയെടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഞാൻ ഓൾറെഡി കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള പീസസ് എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി ഉപ്പും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ട് ഓൾറെഡി വേവിച്ച് ഇതുപോലെ തന്നെ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ചെറുതായിട്ട് ചീകി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. സാധാരണ നമ്മൾ കട്ട്ലറ്റിലേക്കും സമൂസയിലേക്കൊക്കെ ചെയ്യാറില്ലേ ചിക്കൻ വേവിച്ചെടുക്കുന്നത്, അതേ രീതി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത്. അപ്പോൾ ഇത്രയും ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് സോയാ സോസാണ്. ഇതുകൂടെ വരുമ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്കൊരു ഇത്തിരി മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞുകൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഉപ്പ് കൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഉപ്പ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട്. അത് മയണൈസ് ആണ്. ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മയണൈസ് ചേർത്ത് കൊടുക്കാം. ഹോംമെയ്ഡ് ആയിട്ടുള്ള മയണൈസ് ആണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അതിൻ്റെ വീഡിയോ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം. അപ്പോൾ 2-3 ടേബിൾ സ്പൂണോളം മയണൈസ് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റും കിട്ടും. മാത്രമല്ല നമുക്കിത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതൊരു ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ എളുപ്പമാണ് അത് ഫില്ല് ചെയ്തിട്ട് കൊടുക്കാൻ. നന്നായിട്ട് ഇങ്ങനെ സ്റ്റിക്കായിട്ട് നിൽക്കും അത്. അപ്പോൾ ഇതേ മയണൈസും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതൊരു ഭാഗത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡിൻ്റെ സ്ലൈസസ് ആണ്. അപ്പോൾ ഞാനൊരു 10 ബ്രെഡ് സ്ലൈസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ബ്രെഡിൻ്റെ അരികുവശങ്ങളുണ്ടല്ലോ, ബ്രൗൺ കളറിൽ കാണുന്ന ഈ ഒരു അരികുവശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് എടുക്കണം. അപ്പോൾ ഒരുപാട് തിക്നെസ്സിൽ കട്ട് ചെയ്യണ്ട കേട്ടോ. എൻഡിൽ മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി എടുത്താൽ മതി. ഇവിടെ ഞാൻ എല്ലാ ബ്രെഡ് സ്ലൈസിൻ്റെ അരികും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ബ്രെഡ് സ്ലൈസ് എടുത്ത് അതിൽ നിന്ന് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ വളരെ കുഞ്ഞു സൈസിലാണ് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഒരു ബ്രെഡ് സ്ലൈസിൽ നിന്ന് നമുക്കൊരു 4 എണ്ണം കിട്ടുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഏതെങ്കിലും കുപ്പിൻ്റെ അടപ്പുകളോ അതല്ലെങ്കിൽ കുഞ്ഞു ഗ്ലാസ് ഉണ്ടെങ്കിൽ കുഞ്ഞു ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ നല്ല ഷാർപ്പായിട്ടുള്ള കുപ്പിൻ്റെ അടപ്പുകൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഞാനിതിപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ഒരു ബ്രെഡിൽ നിന്ന് നമുക്ക് 4 എണ്ണം കിട്ടുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വളരെ ചെറുതില്ല എങ്കിൽ നമുക്ക് ഒരു ബ്രെഡ് സ്ലൈസിൽ നിന്ന് ഒരു 2 എണ്ണം കിട്ടുന്ന രീതിയിൽ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ ബാക്കി വന്നിട്ടുള്ളത് നമ്മൾ ഒഴിവാക്കണ്ട. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ബ്രെഡ് ക്രംസ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിയിൽ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ മുഴുവൻ ബ്രെഡ് സ്ലൈസും വെച്ചിട്ട് ഇതേ രീതിയിൽ റൗണ്ട് ഷേപ്പിൽ ഒരു ബ്രെഡ് സ്ലൈസിൽ നിന്ന് 4 എണ്ണം എന്നുള്ള രീതിയിൽ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഒരു ചിക്കൻ്റെ ഫില്ലിങ് ഇതിൽ വെച്ച് കൊടുത്തിട്ട് മറ്റൊരു ബ്രെഡിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള സ്ലൈസ് വെച്ചിട്ട് ഇതിനെ കവർ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് നന്നായിട്ട് സ്റ്റിക്കായിട്ട് നിൽക്കും. നമ്മൾ ആ ഒരു മയണൈസൊക്കെ ചേർത്തിയ കാരണം തന്നെ ബ്രെഡ് അതിലേക്ക് നന്നായിട്ട് ഇങ്ങനെ സ്റ്റിക്കായിട്ട് നിൽക്കും. നമ്മൾ ചെയ്യുന്നത് ഇതൊരു സ്ക്യൂവറിലേക്ക് ഒന്ന് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ഓരോ റൗണ്ട് ഷേപ്പിലെ ബ്രെഡിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ച് മറ്റൊരു റൗണ്ട് ഷേപ്പിലെ ബ്രെഡ് വെച്ച് അതിനെ കവർ ചെയ്തിട്ട് സ്ക്യൂവറിൽ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 4 സ്ക്യൂവറിലേക്കാണ് ഞാൻ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഇതിനെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു മുട്ട നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലൊരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് ആ ഒരു സ്ക്യൂവർ നമുക്കതിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാൻ പാകത്തിന്. പിന്നെ നമ്മൾ ബാക്കി വന്നിട്ടുള്ള ബ്രെഡിൻ്റെ പീസസ് എല്ലാം കൂടെ മിക്സിയിലെ ജാറിൽ ചേർത്തിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് രണ്ടുമാണ് നമുക്കിത് ഡിപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് സ്ക്യൂവറിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഈ ഒരു മുട്ടയുടെ മിക്സിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ എല്ലാ വശത്തും ബ്രെഡ് ക്രംസ് ആവുന്ന രീതിയിൽ വേണം നമ്മളത് കോട്ട് ചെയ്തിട്ട് എടുക്കാൻ. നമ്മൾ ഈ ഒരു എഗ്ഗിൻ്റെ മിക്സിൽ നല്ലപോലെ തന്നെ കോട്ട് ചെയ്തെടുത്ത് പിന്നെ അത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നത് ശരിയായിട്ടില്ല എങ്കിൽ നന്നായിട്ടില്ല എങ്കിൽ നമ്മളത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഓയിൽ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ആ ഒരു മുട്ടയുടെ മിക്സിൽ റോൾ ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നല്ലപോലെ തന്നെ കോട്ട് ചെയ്തിട്ടെടുക്കുക എല്ലാ ഒരു വശവും. അപ്പോൾ നമ്മളിങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് ശരിക്കും ആവുന്നില്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കോട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള സ്ക്യൂവർ കറക്റ്റായിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന പാൻ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ചൂട് അത്യാവശ്യം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഓയിലിൻ്റെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ബ്രെഡാണത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ചൂടൊന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. ഒരു വശം ഇങ്ങനെ കളർ മാറി വരുമ്പോൾ നമുക്ക് ഈ ഒരു സ്ക്യൂവർ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ ആ ഒരു മറുവശം കൂടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കയ്യിൽ ചെറിയ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ക്യൂവർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. നമുക്ക് പിടിക്കാനുള്ള ഒരു ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കി ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു കുഞ്ഞു പാനാണെങ്കിലും അതിനകത്ത് ഇങ്ങനെ ഇറങ്ങി നിന്നോളും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് എല്ലാ വശവും ഒരേ കളറാക്കിയിട്ട് എടുക്കുക. നല്ലൊരു ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കുന്നവർ ഫ്രൈ ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഭാഗത്ത് മാറ്റി വെക്കാം, ഒരു ടിഷ്യൂയിലേക്ക് മാറ്റി വെക്കാം, ഒരു എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ഒന്ന് ഒഴിവായി കിട്ടാനും. അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ബ്രെഡും അതുപോലെ തന്നെ ചിക്കനും മുട്ടയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്